Good morning all. Today we are starting our searching algorithms. അപ്പോൾ നമുക്കിനി നമ്മളുടെ 5th മൊഡ്യൂളിൽ നമ്മളിപ്പോൾ ഗ്രാഫ് കവർ ചെയ്ത് കഴിഞ്ഞു, അപ്ലിക്കേഷൻസും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സിലബസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, മനസ്സിലാകും. സോർട്ടിങ്ങും സെർച്ചിങ്ങും എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൈപ്പ് അൽഗോരിതംസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെർച്ചിങ് ആണ്. അതിൽ പല ടൈപ്പ് സെർച്ചിങ് ഉണ്ട്, സീക്വൻഷ്യൽ സെർച്ചിങ്ങും ബൈനറി സെർച്ചിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സെർച്ചിങ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ സോർട്ടിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെർച്ചിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീക്വൻഷ്യൽ സെർച്ചിങ് ആണ്. നമ്മളതിൻ്റെ ഒരു പ്രോഗ്രാം നമ്മളുടെ ലാബ് വർക്കിൽ ചെയ്തിരുന്നു. എന്തായിരുന്നു പ്രോഗ്രാം നമ്പർ 5 ആണെന്ന് തോന്നുന്നു, ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനകത്ത് എന്തായിരുന്നു, സീക്വൻഷ്യൽ സെർച്ചിങ് ആയിരുന്നു. അപ്പോൾ അത് എന്താണ്, എങ്ങനെയാണ്, തിയററ്റിക്കലി എങ്ങനെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ അൽഗോരിതംസും ഉണ്ട്, നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആദ്യം സെർച്ചിങ് എന്താണെന്ന് നോക്കാം, എന്നിട്ട് സീക്വൻഷ്യൽ സെർച്ചിങ് നോക്കാം. വാട്ട് ഈസ് സെർച്ചിങ്? In computer science, searching is the process of finding an item with specified properties from a collection of items. Collection of items നിന്ന് നമുക്ക് ഏതോ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഐറ്റത്തെ പിടിച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. The items may be stored as records in database, simple data elements in arrays, text in files, notes in trays, vertices and edges in graph, or may be elements in other search places. ഐറ്റംസ് ഒരു പക്ഷേ ഡാറ്റാബേസിലുള്ള റെക്കോർഡ്സ് ആവാം, അല്ലെങ്കിൽ അരേസിലുള്ള എലമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫയൽസ് ആവാം, അല്ലെങ്കിൽ ട്രീയിലുള്ള നോട്ട്സ് ആവാം, അല്ലെങ്കിൽ വേർട്ടിസസോ എഡ്ജസോ ഗ്രാഫിലുള്ള വേർട്ടിസസും എഡ്ജസൊക്കെ ആവാം. അപ്പോൾ ഏത് ടൈപ്പ് എലമെൻറ്റ്സ് ആയാലും കളക്ഷൻ ഓഫ് ഐറ്റത്തിൽ നിന്ന് നമ്മൾ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഐറ്റത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെർച്ചിങ് എന്ന് പറയുക. അപ്പോൾ എക്സാമിന് ചോദിക്കുക, ഒന്നുകിൽ സീക്വൻഷ്യൽ സെർച്ചിങ് ഓർ ലീനിയർ സെർച്ചിങ്ങിൻ്റെ എന്താണ് പ്രോഗ്രാം ചോദിക്കും. അത് നമ്മൾ ലാബ് വർക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടെ തരാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഒരിടത്തും കൂടെ ആ പ്രോഗ്രാം എഴുതണം, കാരണം നിങ്ങൾ നോട്ട്ബുക്കാണല്ലോ റീഡ് ചെയ്യുക എക്സാമിന്. അപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം, അപ്പോഴേ ഓർമ്മ ഉണ്ടാവുള്ളൂ. മറ്റേ ലാബിലുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളത് അങ്ങനെ അപ്പോൾ ആ ടൈമിൽ നോക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ പ്രോഗ്രാം മാത്രമായിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ചോദിക്കുക അൽഗോരിതം മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് തിയറിറ്റിക്കലി എങ്ങനെ ഇത് തിയറി ബേസ്ഡ് ആയിട്ട് ചോദിക്കാം, എന്താണ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് അതിനനുസരിച്ചാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ജസ്റ്റ് 2 മാർക്കിന് എന്താണ് ലീനിയർ സെർച്ചിങ് ഓർ സീക്വൻഷ്യൽ സെർച്ചിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ അറ്റൻഡ് ചെയ്യുക. അല്ല 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഫിഗറൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, അൽഗോരിതമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക. അതല്ല പ്രോഗ്രാം മാത്രം ചോദിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതിന് അത് നിങ്ങൾ കുറച്ച് ലോജിക്കലായിട്ട് നിങ്ങളുടെ മൈൻഡ് യൂസ് ചെയ്തിട്ട് വേണം അത് അറ്റൻഡ് ചെയ്യാൻ. ഈ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ കൺവേ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷേ അത് വേണ്ട രീതിയിൽ കൺവേ ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കുക, പിന്നെ എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ നോക്കുക, അതിനനുസരിച്ച് അറ്റൻഡ് ചെയ്യുക. പിന്നെ പ്രോഗ്രാം മാത്രമായിട്ട് ചോദിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റിസ്ക് ഇല്ലല്ലോ, നിങ്ങൾ ലാബ് വർക്കിലുള്ള പ്രോഗ്രാം പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ പ്രോഗ്രാം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, then next എന്താണ്, why do we need searching? Searching is one of the core computer science algorithms. We know that today's computers store a lot of information. To retrieve this information professionally, we need very efficient searching algorithms. നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിനകത്ത് നിന്ന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഗെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എഫിഷ്യൻറ്റ് സെർച്ചിങ് അൽഗോരിതംസ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അതിൽപ്പെട്ട എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെർച്ചിങ് അൽഗോരിതത്തിൽ ഒന്നാണ് നമ്മുടെ സീക്വൻഷ്യൽ സെർച്ചിങ് ഓർ ലീനിയർ സെർച്ചിങ്. എന്താണ് സീക്വൻഷ്യൽ ഓർ ലീനിയർ സെർച്ച്? Linear search is a very simple search algorithm. In this type of search, a sequential search is made over all items one by one. ഇതെന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് സെർച്ചിങ് അൽഗോരിതമാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കയ്യിലുള്ള ലിസ്റ്റ് 1 by 1 ആയിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക മാച്ച് ഒക്കെ ചെയ്യുന്നുണ്ടോ. Every item is checked and if a match is found then that particular item is returned. Otherwise the search continues till the end of the data collection. അപ്പോൾ നമുക്ക് എന്തോ ഒരു ഐറ്റത്തെയാണ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഐറ്റത്തെയും ഇതിനകത്തുള്ള ഓരോ എലിമെൻറ്റിനെയും 1 by 1 ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക, ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ, ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ, അങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ എത്തി. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇവിടെ മാച്ച് ചെയ്തു, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായി. അതല്ല ആ ഡാറ്റ ഇതിനകത്തില്ലെങ്കിലോ നെക്സ്റ്റ് ചെക്ക് ചെയ്യും, എൻഡ് ഓഫ് ദി കളക്ഷൻ്റെ എൻഡ് വരെ ചെക്ക് ചെയ്തിട്ട് എക്സിറ്റ് അടിക്കും, എന്നിട്ട് അൺസക്സസ്ഫുൾ ആണെന്നുള്ളൊരു മെസ്സേജും പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സെർച്ചിങ് അൽഗോരിതം. എന്താണെന്ന് ഐഡിയ കിട്ടി. പിന്നെ നമ്മൾ പ്രോഗ്രാം ഞാൻ പറഞ്ഞു ഡിസ്കസ് ചെയ്തതാണ്. ഇത് ജസ്റ്റ് അതിൻ്റെ ഫിഗറാണ്, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് 2 ആണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 1 by 1 ആയിട്ട് ഇങ്ങനെ 2 സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെയാണുള്ളത്, ഈ പൊസിഷൻ നമുക്ക് കിട്ടണം. ഇതാ കിട്ടിയല്ലോ. അത് നമ്മൾ ഇതായിട്ട് മാച്ച് ഒക്കെ ഉണ്ടോ ഇല്ല, മാച്ച് ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണ് മാച്ച് ഒക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തു. 6th പൊസിഷനിൽ നമ്മുടെ നമ്പറിനെ ഗെറ്റ് ചെയ്തു. ഓക്കെ.
ഇനിയാണ് നമ്മൾ അൽഗോരിതം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൽഗോരിതം പറയുന്നത് നമ്മൾ അരേൻ്റെ കേസ് ഇവിടെ പറയുന്നുണ്ട്. അരേൻ്റെ കേസേ ആവശ്യമുള്ളൂ എങ്കിലും ഞാൻ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസും കൂടെ ഒന്നും പറയുന്നുണ്ട്. എങ്ങാനും ചോദിച്ചാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അരേ ചോദിക്കാനേ ചാൻസ് ഉള്ളൂ, അതും പ്രോഗ്രാം ചോദിക്കാനാണ് ഒരു 80% ചാൻസ് ചോദിക്കുകയാണെങ്കിൽ. ഏതെങ്കിലും ടൈപ്പ് ടെക്നിക്ക് ചോദിക്കാം, സീക്വൻഷ്യലോ അല്ലെങ്കിൽ പിന്നെ ബൈനറി സെർച്ചിങ് അത് ചോദിക്കാം. ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ സോർട്ടിങ് മെക്കാനിസംസ് ചോദിക്കാം. ഈ ഏരിയ എന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഷുവറാണ്, ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. പക്ഷേ ഏതാ ചോദിക്കാമെന്ന് അറിയില്ല, ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരേൻ്റെ കേസാണ്. ഇതിനകത്ത് A(1 to n) സൈസിലുള്ള അരയുണ്ട്. പിന്നെ K എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കീ ആണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമ്മൾ സക്സസ്ഫുൾ മെസ്സേജ് പാസ് ചെയ്യും, അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ മെസ്സേജാണ് പാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അസ്യൂം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അരേ ഈസ് നോട്ട് എം ടി ആണ്, എലമെൻറ്റ്സ് ആർ ഇൻ റാൻഡം ഓർഡർ. അപ്പോൾ അരേ എം ടി അല്ല, അതിനകത്ത് എന്തായാലും ഡാറ്റ വേണം. അതേപോലെ തന്നെ റാൻഡം മോഡലാണ് ഡാറ്റ കിടക്കുന്നത് അരയിൽ. പിന്നെ അങ്ങനെ മതിയല്ലോ, കുഴപ്പമില്ല, റാൻഡം മോഡൽ കിടന്നാൽ മതി, ഓർഡേർഡ് ലിസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ദെൻ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 to n. അപ്പോൾ നമ്മളുടെ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് എന്താണ്, i=1. നമ്മൾ ഫ്രം ഫസ്റ്റ് ലൊക്കേഷൻ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ചെക്കിങ് 1 by 1 ആയിട്ട് ചെയ്യാൻ പോവാണ്. if k=a(i), നമ്മളുടെ കീ വാല്യൂ a(1)ൽ ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. ആണെങ്കിൽ പ്രിൻറ്റ് സക്സസ്ഫുൾ അറ്റ് ലൊക്കേഷൻ i, സക്സസ്ഫുൾ എന്ന് നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ദെൻ ഗോ ടു സ്റ്റെപ്പ് 14, എന്താണ്, സ്റ്റോപ്പ് അടിച്ചു, അതായത് എക്സിറ്റ് അടിച്ചു. അതല്ല ഇത് സക്സസ്ഫുൾ അല്ലെങ്കിൽ എൽസ് പാർട്ടിക്ക് പോവുക, i ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, i=i+1. എന്നിട്ട് if i<= n ആണോ ചെക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ അരേ സൈസിനേക്കാൾ കുറവാണോ i, എന്ന് വെച്ചാൽ ഇപ്പോൾ 2 ആണെങ്കിൽ 2 <= 5 ആണോ, യെസ് ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 2, അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 2 തന്നെ പോവുക. എന്നിട്ട് k=a(5) ചെക്ക് ചെയ്യുക, സക്സസ്ഫുൾ ആണെങ്കിൽ മെസ്സേജ് കൊടുക്കുക. എന്നിട്ട് 14ക്ക് പോവുക, അല്ലെങ്കിൽ എൽസ് പാർട്ടിക്ക് i വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യുക, വീണ്ടും ഗോ ടു സ്റ്റെപ്പ് 2, അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ, k=a(5) സക്സസ്ഫുൾ ആകുന്നത് വരെ. ഒന്നെങ്കിൽ അങ്ങനെ, അപ്പോൾ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ എക്സിറ്റ് അടിച്ചല്ലോ, കുഴപ്പമില്ല. അതല്ല ഒന്നിനും സക്സസ്ഫുൾ ആവുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ, if i<= n ഫാൾസ് ആവുന്നവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫാൾസ് ആയാൽ എൽസ് പാർട്ടിക്ക് വരും, പ്രിൻറ്റ് അൺസക്സസ്ഫുൾ, ഗോ ടു സ്റ്റെപ്പ് 14, end if സ്റ്റോപ്പ്. അങ്ങനെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് ഫാൾസ് ആകുന്നവരെ ചെയ്തിട്ട് ഫാൾസ് ആയാൽ അൺസക്സസ്ഫുൾ ആണ് മെസ്സേജ് കൊടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമ്മൾ സക്സസ്ഫുൾ ആണ് മെസ്സേജും കൊടുക്കും. ഇത്രയും ജസ്റ്റ് സിമ്പിളായുള്ള കൺസെപ്റ്റ്. ഈ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ കമൻസും കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയാൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അരേ സെർച്ചിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സാമിന് അൽഗോരിതം ചോദിക്കുകയാണെങ്കിൽ അരേൻ്റെ കേസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി എങ്ങാനും ലിങ്ക് ലിസ്റ്റ് ചോദിച്ചാൽ എന്ന് കരുതിയിട്ടാണ് ഇതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നെവർ മൈൻഡ് ആക്കി വിടുകയോ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യരുത്. കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ലിങ്ക് ലിസ്റ്റിൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ്, നമ്മളിവിടെ ഒരു ഹെഡർ പോയിൻ്റർ നോഡ് കൊടുക്കുന്നുണ്ട്, എച്ച് എന്ന പോയിൻ്ററാണ് ഹെഡർ നോഡിൻ്റെ പോയിൻ്റർ. കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്ന കീ ആണ്. മെസ്സേജ് സക്സസ്ഫുൾ എന്ന് കൊടുക്കും എങ്ങനെയൊക്കെ പ്രസൻറ്റ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ എന്ന് കൊടുക്കും. ദേ മെൻഷൻ ദ ലിങ്ക് ലിസ്റ്റ് ആർ നോട്ട് നെസസറിലി സ്റ്റോർഡ് ഇൻ ദ ഓർഡർ. ഇവിടെയും ഓർഡറിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ptr=h_link. നമ്മൾ ptr പോയിൻ്റർ വേരിയബിൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് നോഡ് അതായത് ഹെഡർ നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്ലാഗ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഫാൾസ് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യുക. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താലാണ് ഫ്ലാഗ് നമ്മൾ പിന്നെ ട്രൂ ആക്കി മാറ്റും. ഓക്കെ, ദെൻ വൈൽ ptr *null ആൻഡ് ഫ്ലാഗ് ഫാൾസ്. ptr നള്ളാണോ, അല്ല, കാരണം അതിനകത്ത് ഡാറ്റ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ptr നള്ളല്ല, അതേപോലെ ഫ്ലാഗ് ഫാൾസും ആണെങ്കിൽ നമ്മൾ എന്ത് പോകും, if ptr data = k നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോവാണ്. ഡാറ്റയും കെയും ഈക്വൽ ആണെങ്കിൽ ദെൻ ഫ്ലാഗ് = ട്രൂ. ഫ്ലാഗ് ട്രൂ ആണെന്ന് ചെക്ക് ചെയ്തു, കീ മാച്ചാണ്. എൽസ് അല്ലെങ്കിൽ മാച്ച് അല്ല, ptr നെക്സ്റ്റ് നോഡിക്ക് പാസ് ചെയ്തു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെയാണത് കണ്ടിന്യൂ ചെയ്യുക, വൈൽ ptr *null ഫാൾസ് ആകുന്നവരെ. എന്ന് വെച്ചാൽ ptr നള്ളാകുന്നത് വരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ചെയ്ത് എൻഡ് ഓഫ് ദി പൊസിഷൻ എത്തുന്നവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഏതും സക്സസ്ഫുൾ ആയില്ലെങ്കിൽ, സപ്പോസ് ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ വെച്ചിട്ട് ptr data k സക്സസ് ആയാൽ പിന്നെ നമുക്ക് വെറുതെ ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് സക്സസ്ഫുൾ ആണ് മെസ്സേജ് പാസ് ചെയ്താൽ മതി. അപ്പോൾ ഏതുവരെ നമ്മൾ ചെക്ക് ചെയ്യണം, ഒന്നുകിൽ സക്സസ്ഫുൾ ആവുന്നത് വരെ, ptr data k ആവുന്നവരെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ptr നള്ള്, അതായത് ptr എൻഡ് ഓഫ് ദി ലിങ്ക് ലിസ്റ്റിൻ്റെ എൻഡ് ഓഫ് ദി നോഡ് എത്തുന്നവരെ അത് കണ്ടിന്യൂ ചെയ്തോളൂ. അത് സപ്പോസ് നമുക്ക് ഈ ഹെഡർ നോഡിൽ തന്നെ ഡാറ്റ കിട്ടിയാൽ പിന്നെ നമ്മൾ വെറുതെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് വെച്ച് തന്നെ നമുക്ക് എക്സിക്യൂഷൻ ചെയ്യാം.
സോ ഏതൊക്കെ വരെ എന്ന് പറഞ്ഞത്, ഒന്ന് ഇത് ട്രൂ ആവുന്നത് വരെ, അല്ലെങ്കിൽ PTR നോട്ട് ഈക്വൽ ടു നള്ള് ഫാൾസ് ആവുന്നത് വരെ. അങ്ങനെ ആകുമ്പോൾ എൻഡ് if അടിച്ചു, എൻഡ് വൈൽ അടിച്ചു. എന്നിട്ട് നമ്മൾ ഫ്ലാഗ് ചെക്ക് ചെയ്യാൻ പോവാണ്. ഈ ഫ്ലാഗ് ഈക്വൽ ടു ട്രൂ. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഫ്ലാഗ് ട്രൂ ആകുന്നുണ്ടെങ്കിൽ എന്താണ്, പ്രിൻറ്റ് സക്സസ്ഫുൾ എന്ന് പ്രിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ എൽസ് പാർട്ടിൽ അൺസക്സസ്ഫുൾ എന്ന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഫ്ലാഗ് ട്രൂ ആണോ ഫാൾസ് ആണോ ചെയ്തിട്ടാണ് നമ്മൾ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത്. എൻഡ് ഇഫ് സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എന്താണ് ലിങ്ക് ലിസ്റ്റിലുള്ള അൽഗോരിതം. പിന്നെ വേണമെങ്കിൽ ഇനിയിപ്പോൾ ട്രീൻ്റെ ബേസിൽ നമുക്കിത് പറയാം, അതേപോലെ ഓർഡർ ലിസ്റ്റിൻ്റെ ബേസിൽ പറയാം, ഗ്രാഫിൻ്റെ ബേസിലൊക്കെ നമുക്ക് മാറ്റി പറയാവുന്നതാണ്. പക്ഷേ നമ്മളുടെ സിലബസ് പ്രകാരം നമുക്ക് അരയാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇനി ഞങ്ങൾ ലിങ്ക് ലിസ്റ്റ് ചോദിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഇത് തന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ട്രീൻ്റെ ഒക്കെ ചോദിച്ചാൽ, ഒരിക്കലും ചോദിച്ചാൽ അത് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് തള്ളിയിട്ട് എന്തായാലും അത് അറ്റൻഡ് ചെയ്തവർക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നാൽ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. മിനിമം നിങ്ങൾക്ക് അരേൻ്റെ അൽഗോരിതം ഇറങ്ങി അതെങ്കിലും എഴുതി വെക്കണം, എന്നാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം അത്രയും കേസുകൾ വരുമ്പോൾ ഔട്ട് ഓഫ് സിലബസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്കൊക്കെ വരുമ്പോൾ എന്തായാലും അറ്റൻഡ് ചെയ്തവർക്ക് ഫുൾ മാർക്ക് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എസ്സേക്കൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൂടെ, അറ്റൻഡ് ചെയ്തവർക്ക് ഇപ്പോൾ ഒരു 50% മാർക്കോ ഫുൾ മാർക്കോ കിട്ടുമെന്ന് കണ്ടാൽ നല്ല ലാഭമല്ലേ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അറ്റൻഡ് ചെയ്യാമോ, ഇത് തെറ്റാണല്ലോ എന്ന്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് കരുതി ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങളുടെ മാർക്ക് നിങ്ങളവിടെ കളയരുത്, കാരണം അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം. അപ്പോൾ മിനിമം നിങ്ങൾക്ക് ഈ അരേൻ്റെ അൽഗോരിതം ഇറങ്ങി അതെങ്കിലും എഴുതി വെക്കുക, കാരണം അത് നിങ്ങളുടെ കൺസെപ്റ്റ് എക്സിക്യൂഷനിൽ കറക്റ്റാണല്ലോ. സോ ഇത്രയാണ് സീക്വൻഷ്യൽ സെർച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ പ്രോഗ്രാം കൂടെ എഴുതി വെക്കണം കേട്ടോ. ഞാൻ സെൻഡ് ചെയ്ത് തരാം, വേണമെങ്കിൽ ഒന്നുകൂടെ സെൻഡ് ചെയ്ത് തരാം, പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാം കൂടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് റീഡ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഇതിൻ്റെ ബാക്കിൽ അതൊന്നുകൂടെ റീഡ് ചെയ്താൽ ഒന്നുകൂടെ കംഫർട്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് സീക്വൻഷ്യൽ സെർച്ചിങ് ഉള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ബൈനറി സെർച്ചിങ് ഉണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് പറയാണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് കൂളായിട്ട് നമ്മളോട് സംസാരിക്കുന്നതാണ്. മറ്റേത് വെറുതെ ഇങ്ങനെ അത് മനസ്സിൽ വെച്ച് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ഇഷ്യൂയോ കാര്യമെങ്കിലും ഇനി ഡൗട്ട്സോ എന്തായാലും നമ്മളോട് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.